शलाकया गुरुमिदं येन तस्मै श्री गुरवे नमः। नमः ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी नामिने नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौरभक्तवृंद। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകളാണ്. മധ്യലീല അധ്യായം 1 166 മുതലാണ് ഇന്ന് വായിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നു, അതിനുശേഷം വൃന്ദാവനത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ വഴിതെറ്റിച്ച് ശാന്തിപുരത്ത് കൊണ്ടുവരുന്നു, അദ്വൈതാചാര്യരുടെ വീട്ടില്. അവിടെ വെച്ച് വീണ്ടും മായാപൂർ ഭക്തരെല്ലാം ചൈതന്യ മഹാപ്രഭു കാണുന്നു. വീണ്ടും ശേഷം ജഗന്നാഥ്പുരിയിലേക്ക് വരുന്നു. അപ്പോ ഓൺ ദ വേ പോകുന്ന വഴി മാതേന്ദ്രപുരി, അതുപോലെ ജീശ്വർ ഗോപിനാഥ് ക്ഷേത്രത്തിന്റെ ലീലകള് നിത്യാനന്ദ പ്രഭു കേൾക്കുന്നു. പിന്നെ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ ദണ്ഡ് ഓടിക്കുന്നു. പിന്നെ ജഗന്നാഥ്പുരി വീട്ടിൽ സാറും ഭട്ടാചാര്യനെ കാണുന്നു. സാറും ഭട്ടാചാര്യന് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ലഭിക്കുന്നതായിട്ട് ചൈതന്യ ചരിതാമൃതം ധരിക്കുന്നു. അതിനുശേഷമാണ് ദക്ഷിണ ഭാരതം സന്ദർശിക്കുന്നത്. ദക്ഷിണ ഭാരതം എന്ന് പറയുമ്പോൾ അതില് കൂർമ്മക്ഷേത്രം, നരസിംഹക്ഷേത്രം വഴി ചൈതന്യ മഹാപ്രഭു ഗോദാവരിയുടെ തീരത്തേക്ക് വരികയാണ്. അപ്പൊ പോകുന്ന വഴിയിലെല്ലാം ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ മഹാമന്ത്രം പ്രചാരം ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പൊ അതിനുശേഷം അവിടെ വച്ച് രാമാനന്ദറായെ കണ്ടുമുട്ടുന്നു. ശേഷം തിരുപ്പതി ക്ഷേത്രം, അഹോബിലം, ശ്രീരംഗത്ത് 4 മാസം താമസിക്കുന്നു. ശ്രീ വല്ലഭട്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ. അവിടെ വെച്ചാൽ നമുക്കറിയാം ഗോപാലഭട്ട സ്വാമിയെ കാണുന്നതും സംസാരിക്കുന്നതും. അന്ന് അദ്ദേഹം കൊച്ചുകുട്ടി. ശേഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു. മലബാർ ജില്ല. അവിടെ വെച്ച് ഭട്ടതിരികളെ കാണുന്നു. മലബാർ ഭട്ടതിരി ചൈതന്യ മഹാപ്രഭുവിന്റെ ദാസനെ അവര് മായയിൽ പെടുത്തുന്നതും പിന്നീട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതും. അതിനുശേഷം തത്വവാദികൾ എന്ന് പറയുന്നുണ്ട്. അതായത് മധ്വ സമ്പ്രദായത്തിലെ സ്വാമികളുമായിട്ടുള്ള സംവാദമാണ്. അതിലെടുത്ത് പറയുന്നത് രഘുവര്യ തീർത്ഥ മധ്വാചാര്യർ. അതിനുശേഷം പിന്നീട് അനന്തപത്മനാഭ സ്വാമി വർക്കല വിസിറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. പിന്നെ വനവൃക്ഷം, അതായത് സപ്തതാല വൃക്ഷത്തിന് മോചനം കൊടുക്കുന്നു. ചൈതന്യ മഹാപ്രഭു ആലിംഗനം ചെയ്യുന്നത്. അതായത് ഈ വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് ശ്രീരാമചന്ദ്രമൂർത്തി ഭഗവാൻ ബാലിയെ കൊല്ലുന്നത്. അപ്പൊ ആ വൃക്ഷങ്ങൾക്ക് മോചനം, വൈകുണ്ഠത്തിലേക്ക് ഉള്ള മോചനം കൊടുക്കുന്നു. ശേഷം വീണ്ടും രാമേശ്വരം വരുന്നു. പിന്നീട് അവിടെ വച്ച് രാമദാസനെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം. സീതാദേവിയെ രാവണൻ പിടിച്ചു കൊണ്ടുപോയത്. പിന്നീട് ചൈതന്യ മഹാപ്രഭു കൂർമ്മപുരാണത്തിന്റെ പേജ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അത് മായാ സീതയാണ് രാവണൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തുന്നു. പിന്നീട് ബ്രഹ്മസംഹിത, ശ്രീകൃഷ്ണ കരുണാമൃതം ഒറിജിനൽ കോപ്പി കണ്ടെടുക്കുന്നു. ജഗന്നാഥ്പുരിയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വെച്ച് വീണ്ടും ജഗന്നാഥിന്റെ അസാന്നിധ്യം കൊണ്ട് ചൈതന്യ മഹാപ്രഭു അലർനാഥ് ക്ഷേത്രം
അവിടെ പോയി താമസിക്കുന്നു. വീണ്ടും ബംഗാളിലെ ഭക്തരെല്ലാം ജഗന്നാഥ് പുരിയിൽ വന്നെന്നറിഞ്ഞ് തിരിച്ച് വീണ്ടും ജഗന്നാഥ് പുരിയിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് പിന്നെ വീണ്ടും രാമാനന്ദറായുമായിട്ടുള്ള സംഗമം. അദ്ദേഹം ഗവർണർ പദവി ഉപേക്ഷിച്ച് ജഗന്നാഥ് പുരിയിൽ വന്ന് രാവും പകലും ചൈതന്യ മഹാപ്രഭുവുമായിട്ട് ഉള്ള ഡിസ്കഷൻസ്, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചയും ഒക്കെ ആയിട്ട് ഉള്ളതായിട്ട് എടുത്ത് പറയുന്നു. അപ്പൊ അവിടെ വെച്ചാണ് എല്ലാം കാശി മിശ്ര, പരമാനന്ദപുരി, ഗോവിന്ദൻ, കാശീശ്വരമായിട്ട് വീണ്ടും സന്ധിക്കുന്നു. ദാമോദര സ്വരൂപ ദാമോദര ഗോസ്വാമി ആയിട്ടുള്ള സംഘം, ഷിഹി മാഹിതി, പാവാനന്തരനുള്ള കൂടിക്കാഴ്ച, ഗുണ്ടീച മാർജനം, പിന്നെ അതിനുശേഷം രഥയാത്ര. അപ്പൊ അവിടെ വെച്ച് വീണ്ടും ചൈതന്യ മഹാപ്രഭു എല്ലാ ഭക്തരെയും കണ്ടുമുട്ടുന്നു. വീണ്ടും എല്ലാ വർഷവും രഥയാത്രയ്ക്ക് വരണമെന്ന് അവരോട് പറയുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു സാർവം ഭട്ടാചാര്യന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അവിടെ വെച്ച് സാർവം ഭട്ടാചാര്യന്റെ ജാമ, അതായത് പുത്രിയായ ഷാഠിയുടെ ഭർത്താവ് ചൈതന്യ മഹാപ്രഭു വിമർശിക്കുന്നത്, പിന്നെ അവിടെ വെച്ച് അദ്ദേഹത്തിന് ശാപം കിട്ടുന്നത്, മരുമകൻ മരിച്ചു പോട്ടെ എന്ന് അദ്ദേഹം ഷാഠിയുടെ മാതാവ് ശപിക്കുന്നു. പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ ജഗന്നാഥ് ലീലകളാണ്, ഭക്തന്മാരുമായിട്ടുള്ള ജലലീലകള്, ചൈതന്യ മഹാപ്രഭുവിന്റെ നാടകം ജന്മാഷ്ടമിക്ക് ഗോപനായിട്ടൊക്കെ അഭിനയിച്ചു. പിന്നെ വീണ്ടും അവരെ തിരിച്ചയക്കുന്നു, യാത്രയപ്പ്. വീണ്ടും വൃന്ദാവൻ സന്ദർശിക്കാനായിട്ട് ഗൗഡദേശം വഴി വരാനായിട്ട് ചൈതന്യ മഹാപ്രഭു പ്ലാൻ ചെയ്യുന്നു. പിന്നെ ആ സമയത്ത് പ്രതാപരുദ്ര മഹാരാജാവിന്റെ ചെയ്ത സേവനങ്ങള്, പിന്നെ വീണ്ടും യാത്ര മധ്യേ വിദ്യാനഗരം സന്ദർശിക്കുന്നു. അവിടെ വെച്ച് വിദ്യാവാചസ്പതി കാണുന്നു. അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ 5 ദിവസം താമസിക്കുന്നു. അവിടുന്ന് പുലിയ ഗ്രാമത്തിലേക്ക് വരുന്നതായിട്ടാണ് പറയുന്നത്. അവിടെ വെച്ചാണ് നശിംബ ബ്രഹ്മചാരി ധ്യാനത്തില് ചൈതന്യ മഹാപ്രഭുവിന് വൃന്ദാവനത്തിലേക്ക് പോകുന്ന പാത ഒരുക്കുന്നതും, മെഡിറ്റേഷൻ ബ്രേക്ക് ആവുകയും കാനായി നാടശാലയിലേക്ക് അപ്പുറം അദ്ദേഹത്തിന് പാത നിർമ്മിക്കാൻ കഴിഞ്ഞില്ല, എന്തോ തടസ്സമുണ്ടായി. അപ്പൊ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പൊ നമുക്ക് 166 നോക്കുമ്പോ ഐച്ചേ ചലി ആയില രാമ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു 1.66 ആണ് പ്രഭു, 166 അല്ല. നമ്മൾ 66 വരെ ആയിട്ടുള്ളൂ ആദ്യത്തേല്. എത്ര ഏതുവരെ വായിക്കാനുള്ളൂ? 1.66 ആണ് തുടങ്ങേണ്ടത്, 166 അല്ല. 1-ല് 66-ാമത്തെ ശ്ലോകം മുതലാണ് പ്രഭു തുടങ്ങേണ്ടത്. 66 മുതലാണോ? ഓ ശരി ശരി ശരി. 166 തോന്നി എനിക്ക്. 1.66 ആണ്. 1.66 അല്ലേ? ഓ സുരേഷ് പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സുരേഷ് പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ് പ്രഭു? സോറി പ്രഭു, കണ്ടിന്യൂ. 66. അപ്പോ ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും ജഗന്നാഥ് ക്ഷേത്രത്തില് ഉപലഭോഗ ചടങ്ങ് ദർശിച്ചിരുന്നു. അതിനുശേഷം സ്വഗൃഹത്തിലേക്ക് പോകുന്ന വഴി 3 മഹത് വ്യക്തികളെയും സന്ദർശിക്കുക പതിവായിരുന്നു. അപ്പൊ ഉപലഭോഗം എന്നത് ഗരുഡസ്തംഭത്തിന് പിന്നിലെ ഒരു ശിലാഫലകത്തിൽ ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള നിവേദ്യമാണ്. അപ്പോൾ ഇവിടെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ലീലകളെയാണ് വിവരിക്കുന്നത്. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ജഗന്നാഥിന്റെ തിരുനടയിൽ കോവിലിനുള്ളിലാണ് നിവേദിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രത്യേക നിവേദ്യം പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ശിലാഫലകത്തിൽ സമർപ്പിക്കുന്നു. അതിനെയാണ് ഉപലഭോഗം എന്ന് വിളിക്കുന്നത്. 65 താന്റെ ആശി അപനമിലെ പ്രഭുര നിയമ. മൂവരിൽ ഒരാൾ സന്നിധനല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റുള്ളവരെ സന്ധിക്കാം. അതായിരുന്നു അവിടുത്തെ ശീലം. 166 ദൈവേ ആസിബേ ചഹില ചാബേ
ചാലേ ഗഞ്ചാം താലപത്രേ ശ്ലോക പൈലാം. ചൈതന്യ മഹാപ്രഭു ശ്രീ രൂപഗോസ്വാമിയുടെ ഭവനത്തിൽ പോയപ്പോൾ യാദൃച്ഛികമായി ഉത്തരത്തിൽ പലയോന കാണുകയും അപ്രകാരം ശ്രീ രൂപഗോസ്വാമി രചിച്ച ആ ശ്ലോകം വായിക്കുകയും ചെയ്തു. അപ്പോ ഏതാണ് ശ്ലോകം? ശ്ലോകി പടിയാച്ചേ പ്രഭു ആവിഷ്ടഹൈല രൂപഗോസായി ആസി പടേ ദണ്ഡവത്മയം. ശ്ലോകം വായിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു ആനന്ദ നിർവൃതി ഭാവത്തിലായി. അവിടെ നിന്ന് ആ അവസ്ഥയിലായിരുന്നപ്പോൾ ശ്രീ രൂപഗോസ്വാമി വരികയും തക്ഷണം ഒരു ദണ്ഡ് പോലെ നിലത്ത് പതിക്കുകയും ചെയ്തു. ഇവിടെ ഭാവാർത്ഥത്തിൽ ദണ്ഡ എന്താണ് എന്ന് പ്രഭുപാദർ വിവരിക്കുന്നത്. ദണ്ഡ എന്ന വാക്കിന് വടി എന്നർത്ഥം. ഒരു വടി നേരെയാണ് പതിക്കുന്നത്. അപ്പൊ ദണ്ഡവത് നമസ്കാരം എന്ന് പറഞ്ഞാൽ നേരെ ഒരു വടി തറയിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അതുപോലെയാണ് ഉള്ള നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരുവന്റെ ഉന്നത അധികാരിക്ക് തന്റെ ശരീരത്തിന്റെ 8 അംഗങ്ങളും ഉപയോഗിച്ച് പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനെ ദണ്ഡവത് എന്ന് പറയും. നമ്മൾ പലപ്പോഴും ദണ്ഡവത് നമസ്കാരത്തെ കുറിച്ച് പറയുന്നതല്ലാതെ നിലത്ത് പതിക്കാറില്ല. എങ്ങനെയായാലും ഒരുവൻ അവന്റെ ഉന്നത അധികാരി മുന്നിൽ ദണ്ഡവത് പോലെ വീഴുന്നതിനെയാണ് ദണ്ഡവത് നമസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ദണ്ഡവത് പറയുമെങ്കിലും നമ്മൾ മുണ്ടൊക്കെ ചുരുട്ടി പതുക്കെ നമ്മുടെ വസ്ത്രം കേടാവാത്ത രീതിയില്, തലമുട്ടാത്ത രീതിയില് പലപ്പോഴും പല രീതിയിലും നമസ്കാരം ചെയ്യാറാണ്. അപ്പൊ അതല്ല ശരിക്കും പറഞ്ഞാൽ ദണ്ഡവത് നമസ്കാരം. ഉടി മഹാപ്രഭു താന്റെ ചാപട മാരിയ കഹിയ ലാഗിലാക്കിച്ചു പോലതേ കരിയാം. രൂപഗോസ്വാമി ദണ്ഡ് പോലെ വീണ് നമസ്കരിച്ചപ്പോൾ ശരീരമാപ്പ് എഴുന്നേറ്റ് കൈത്തലം കൊണ്ട് അദ്ദേഹത്തെ ചെറുതായി അടിച്ച ശേഷം തന്റെ മടിയിലിരുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. എന്താണ് സംസാരിച്ചത്? മോരാശ്ലോകേരഭിപ്രായാന ജാനേ കോനജനെ മോരമനെ കഥാ സുത്തുമീ ജാനിലേ കേമനെ. ചൈതന്യമാവ് ചോദിച്ചു, എന്റെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥം ആർക്കും അറിയില്ല. എന്റെ മനസ്സിലെ ഉദ്ദേശം മനസ്സിലാക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു? അതാണ് ചൈതന്യമാവിന്റെ ചോദ്യം. അപ്പൊ ഏതബലി താന്റെ ബഹു പ്രസാദക്കൊരിയ സ്വരൂപ ഗോസായിരെ ശ്ലോക ദേക്കായിലാലയാം. അപ്പൊ ഇത് പറഞ്ഞ് ചൈതന്യമാപ്പ് രൂപഗോസ്വാമിക്ക് പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുകയും ആ ശ്ലോകം എടുത്ത് പിന്നീട് സ്വരൂപ ഗോസ്വാമിയെ കാണിക്കുകയും ചെയ്തു. സ്വരൂപേ പുച്ഛേന പ്രഭു ഹൈല വിസ്മൃത മോരമന കഥാരൂപ ജാനില കേമതേ. അത്യാത്ഭുതത്തോടെ ശ്ലോകം സ്വരൂപഗോസ് ദാമോദരനെ കാണിച്ച ശേഷം തന്റെ മനസ്സിലെ ഇംഗിതം മനസ്സിലാക്കാൻ രൂപഗോസ്വാമിക്ക് കഴിഞ്ഞത് എങ്ങനെയെന്ന് ചൈതന്യമാപ്പ് അദ്ദേഹത്തോട് ആരായിച്ചു. അപ്പോ ഭക്തിയാനന്ദ സരസ്വതി ഠാക്കൂർ എന്റെ ജന്മദിനച്ചടങ്ങിൽ നാം ഒരു ഉപന്യാസം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഇത് പ്രഭുപാദർ പറയുന്നതാണ്. ഭക്തിയാനന്ദ സരസ്വതി ഗോസ്വാമിയുടെ ജന്മദിന ചടങ്ങില് ഉപന്യാസം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു അനുഗ്രഹം ലഭിക്കാൻ നമുക്ക് അവസരമുണ്ടായി. ആ ഉപന്യാസത്തിൽ വളരെ സംപ്രീതനായ അദ്ദേഹം തന്റെ വിശ്വസ്തരായ ചില ഭക്തന്മാരെ വിളിച്ച് അത് കാണിക്കുകയുണ്ടായി. ശ്രീല പ്രഭുപാദയുടെ ഇംഗിതം മനസ്സിലാക്കാൻ എങ്ങനെ സാധിച്ചു? അപ്പോ ഭക്തിയാനന്ദ സരസ്വതി ഠാക്കൂർ അതെടുത്ത് പല ശിഷ്യന്മാരെയും കാണിച്ചു. അപ്പോൾ ഭക്തിയാനന്ദ സരസ്വതി ഠാക്കൂർ പ്രഭുപാദന്റെ ഇംഗിതം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ശ്രീല പ്രഭുപാദർക്കും ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഇംഗിതം മനസ്സിലാക്കാൻ. ഇതാണ് ഗുരു ശിഷ്യ ബന്ധം. അതായത് ഗുരുവിന്റെ ഇംഗിതം ശിഷ്യൻ മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ ശിഷ്യന്റെ നിലവാരം, അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഒരു ഗുരുവിനും മനസ്സിലാക്കാൻ കഴിയും. സ്വരൂപ കഹേ യാദേ ജാനില തുമാര മന താതേ ജാനി ഹയ തുമാര കൃപാര ഭാജന. സ്വരൂപ ഗോസ്വാമി, സ്വരൂപ ദാമോദര ഗോസ്വാമി ഭഗവാൻ ചൈതന്യമാവിനോട് പറഞ്ഞു, രൂപഗോസ്വാമിക്ക് അങ്ങയുടെ മനസ്സും ഇംഗിതവും ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പ്രഭു കഹേ താരേ അമി തന്തുഷ്ടായ ആലിംഗന കൈലു സർവശക്തി സഞ്ചാരിയ.
മഹാപ്രഭു പറഞ്ഞു, ഞാൻ രൂപഗോസ്വാമിയിൽ അത്യന്തം സംപ്രീതനാകയാൽ അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ഭക്തിമാർഗം പ്രചരിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ ശക്തികളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം രൂപഗോസ്വാമി ഭക്തിയെ കുറിച്ചാണ് ഉള്ള പുസ്തകമാണ് രചിക്കുന്നത്. നമുക്കറിയാം ഭക്തി രസാമൃത സിന്ധു, ഭക്തിയെ കുറിച്ച് അഗാധമായിട്ടുള്ള വിശകലനമാണ് അതിൽ വരുന്നത്. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക അനുഗ്രഹമാണ്. യോഗ്യപാത്രാഹയ ഗൂഢരസ വിവേചനെ തുമീലോ കഹിയാകാരെ ഗൂഢസംഖ്യനാം. ഞാൻ രൂപഗോസ്വാമി ഭക്തിയുടെ ഗോപ്യമായ രസങ്ങൾ ഗ്രഹിക്കുന്നതിന് തികച്ചും യോഗ്യനായി അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് ഭക്തിയുടെ സേവനം കൂടുതൽ വിവരിച്ചു കൊടുക്കണമെന്ന് താങ്കളോട് ശുപാർശ ചെയ്യുന്നു. ये सभा कहिले आगे विस्तार करिया संक्षेपे ഉദ്ദേശ കൈല പ്രസ്താവ പൈലാം. ഈ സംഭവങ്ങളെല്ലാം ഞാൻ പിന്നീട് വിപുലമായി വിവരിക്കാം. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു പരാമർശം മാത്രമേ നൽകിയിട്ടുള്ളൂ. പ്രിയസോയം കൃഷ്ണ സഹചരി കുരുക്ഷേത്ര മിലിത തദാഹം സ രാധാതീതം ഉപയോ സംഗമ സുഖം തദാപ്യന്തമേഖലാം മധുര മുരളി പഞ്ചമ ജുക്ഷേ മനോജെ കാളിന്തി പുളിനായി. അപ്പൊ ഇത് ശ്രീമതി രാധാറാണിയാൽ പറയപ്പെട്ട ശ്ലോകമാണ്. എന്റെ പ്രിയമിത്രമേ, ഞാനിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട പുരാതന സുഹൃത്ത് ആയ കൃഷ്ണനെ കുരുക്ഷേത്ര ഭൂമിയിൽ കണ്ടുമുട്ടിയിരുന്നു. ഞാൻ അതേ രാധയാണ്. ഞങ്ങൾ ഇപ്പോൾ പരസ്പരം സന്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഗമം വളരെ സുഖകരമാണ്. എങ്കിലും ഞാൻ യമുനാ തീരത്തുള്ള വനത്തിലെ വൃക്ഷങ്ങളുടെ ചുവട്ടിലേക്ക് പോകാൻ ആശിക്കുന്നു. വൃന്ദാവനത്തിലെ ആ വിപിനത്തിനുള്ളിൽ അവിടുന്ന് വായിക്കുന്ന മുരളിയുടെ പഞ്ചമ സ്വരസ്പന്ദനം ശ്രവിക്കാൻ ഞാൻ കൊതിക്കുന്നു. അപ്പൊ ഈ ശ്ലോകം ശ്രീ രൂപഗോസ്വാമിയാൽ രചിക്കപ്പെട്ട പദ്യസമാഹാരം, അതായത് പദ്യാവലി, അത് 387 കാണപ്പെടുന്നു പ്രഭാതത്തിൽ. അപ്പോ 77 ഏ ഈ ശ്ലോകേര സംക്ഷേപാത്ത സുനാ ഭക്തഗണ ജഗന്നാഥ ദേക്കിയേ പ്രഭുരാ പാവന. അല്ലയോ ഭക്തഗണങ്ങളെ, ദയവായി ഇപ്പോൾ ഈ ശ്ലോകത്തിന്റെ ചുരുക്കത്തിലുള്ള വിശദീകരണം കേട്ടാലും. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ മൂർത്തിയെ ദർശിച്ച ശേഷം ഈ വിധത്തിൽ ചിന്തിക്കുകയായിരുന്നു. ശ്രീരാധിക കുരുക്ഷേത്ര കൃഷ്ണേര ദർശനം യദ്യപി പായേന തപോഭാവേന ഐച്ഛന. കുരുക്ഷേത്രത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടുമുട്ടിയ ശ്രീമതി രാധാറാണിയായിരുന്നു അവിടുത്തെ ചിന്താ വിഷയം. കൃഷ്ണനെ അവിടെ വെച്ച് ദർശിച്ചെങ്കിലും അവൾ അവിടത്തെ കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. രാജേവേശഖ്യാതി കോട മനുഷ്യ ഗഹന കഹാൻ ഗോപേവേശ കഹാൻ നിർജന വൃന്ദാവന. വൃന്ദാവനത്തിലെ സൗമ്യവും ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു ഗോപാലന്റെ വേഷത്തിലുള്ള അവിടത്തെ കുറിച്ച് അവൾ ചിന്തിച്ചു. പക്ഷെ കുരുക്ഷേത്രത്തിൽ അവിടുന്ന് രാജകീയ വേഷത്തിലും ആനകളുടെയും കുതിരകളുടെയും ആൾക്കൂട്ടങ്ങളുടെയും അകമ്പടിയിലുമായിരുന്നു. അതിനാൽ ആ അന്തരീക്ഷം അവരുടെ സംഗമത്തിന് അനുയോജ്യമായിരുന്നില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ വീണ്ടും വൃന്ദാവനവാസികളെല്ലാം സംഗമിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പരസ്പരം പരിചയപ്പെടുത്തുന്നതും ഭഗവാന്റെ ലീലകള് വർണ്ണിക്കുന്നതുമായിട്ട് നമ്മൾ കൃഷ്ണ ബുക്കില് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കൃഷ്ണന്റെ മൂഡ് വേറെയായിരുന്നു. അപ്പൊ അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ രഥയാത്രയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീമതി രാധാറാണിയാണ് 77 ഏ ഈ ശ്ലോകേ സംക്ഷേപേശുന ഭക്തഗണ ജഗന്നാഥ് ദേക്കിയേ പ്രഭുര പാവന. അപ്പോ ഭക്തജനങ്ങളെ, ദയവായി ഈ ശ്ലോകത്തിന്റെ ചുരുക്കത്തിന്റെ വിശദീകരണം കേട്ടാലും. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ മൂർത്തിയെ ദർശിച്ച ശേഷം വീട്ടിൽ ചിന്തിക്കുകയായിരുന്നു. കുരുക്ഷേത്രത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടുമുട്ടിയ ശ്രീമതി രാധാറാണിയായിരുന്നു അവിടുത്തെ ചിന്താവിഷയം. കൃഷ്ണനെ കുറിച്ച് അവിടുത്തെ ദർശിച്ചെങ്കിലും അവൾ അവിടത്തെ കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ
വൃന്ദാവനത്തിലെ സൗമ്യവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ ഒരു ഗോപാലന്റെ വേഷത്തിലുള്ള അവിടത്തെ കുറിച്ച് അവൾ ചിന്തിച്ചു. പക്ഷെ കുരുക്ഷേത്രഭൂമിയില് ഭഗവാൻ രാജകീയ വേഷം, ആനകളും കുതിരകളും ആൾക്കൂട്ടങ്ങളും അകമ്പടിയിലുമായിരുന്നു. അതിനാൽ അന്തരീക്ഷം സംഗമത്തിന് അനുയോജ്യമായി തോന്നിയില്ല. കൃഷ്ണ വൃന്ദാവന യവേ തബേ ഹയ വഞ്ചിത പുരണം. കൃഷ്ണനെ കുറിച്ച് സന്ധിച്ച് വൃന്ദാവന അന്തരീക്ഷത്തെ കുറിച്ച് ഓർത്ത് രാധാറാണി ആ ശാന്തമായ അന്തരീക്ഷത്തിൽ വെച്ച് തന്റെ ഇംഗിതം സഫലമാക്കാനായി കൃഷ്ണൻ വീണ്ടും തന്റെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീവ്രമായി അഭിലഷിച്ചു. ആഹൂച്ചതേ നളിനനാപവതാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യം അഗാധബോധൈ സംസാരകൂപാദിതോത്തരലംബം ഗേഹം ജുഷാമി മനസ്യൂതി യാത് സദാന. ഗോപശ്രീകൾ ഇപ്രകാരം പറഞ്ഞു: നളിനാഭനായ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളാണ് ഭൗതികാസ്തിത്വമാകുന്ന അന്തകൂപത്തിൽ പതിച്ചവരുടെ ഏക ആശ്രയം. മഹായോഗി വര്യന്മാരും പണ്ഡിതരായ തത്വചിന്തകരും അവിടുത്തെ തൃപ്പാദങ്ങളെ ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ഗാർഹിക കാര്യങ്ങൾ മുഴുകിയിരിക്കുന്ന സാധാരണ വ്യക്തികൾ മാത്രമാണ് ഞങ്ങളെങ്കിലും ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിലും ഈ ചരണകമലങ്ങൾ ഉദിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ശ്രീമദ് ഭാഗവത്തില് 10:82-48 എന്നുള്ള ഒരു ശ്ലോകമാണ്. തുമാരച്ചരണമോര വജ്രപുരകാരേ ഉദയകരേ യതി തബേ പാഞ്ചാപുരേ. ഗോപികാർ ചിന്തിച്ചു: പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയുടെ ചരണകമലങ്ങൾ വീണ്ടും വൃന്ദാവനത്തിൽ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമായി തീരും. അതിന് ഭാവാർത്ഥം ഭക്തിയാസ ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ വിവരിക്കുന്നു: ഗോപികമാർ അഹൈതുകമായി ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപകരായിരുന്നു. അവർ കൃഷ്ണന്റെ ഐശ്വര്യത്താലോ അവിടുത്തെ പരമദീവത്വ പുരുഷനാലോ അറിവിനാലോ വശീകരിക്കപ്പെടുന്നില്ല. കൃഷ്ണൻ വൃന്ദാവന ഗ്രാമത്തിലെ ആകർഷകമായ കുമാരനായതിനാൽ ഗോപികമാർക്ക് കൃഷ്ണനെ സ്നേഹിക്കാനുള്ള പ്രവണത സ്വാഭാവികമായും ഉണ്ടായി. ഗ്രാമീണ പെൺകുട്ടികളായിരുന്ന അവർക്ക് കൃഷ്ണൻ ആനകളോടും കുതിരകളോടും കൂടിയ രാജകീയ വേഷത്തിൽ സന്നിഹിതനായ കുരുക്ഷേത്ര ഭൂമിയോട് അധികം ആകർഷണം തോന്നിയില്ല. തീർച്ചയായും അവർ ആ അന്തരീക്ഷത്തിൽ കൃഷ്ണനെ അവർ ആസ്വദിച്ചില്ല. കൃഷ്ണൻ ഗോപികമാരുടെ ഐശ്വര്യത്താലോ അവയുടെ സൗന്ദര്യത്താലോ അല്ല, മറിച്ച് അവയുടെ പരിശുദ്ധ പ്രേമത്തിലാണ് ആകർഷിക്കപ്പെട്ടത്. കൃഷ്ണൻ ആകർഷിക്കപ്പെട്ടത് ഗോപികമാരുടെ സൗന്ദര്യത്തിലല്ല, അവയുടെ പരിശുദ്ധമായ പ്രേമത്തിലാണ്. അതുപോലെ ഗോപികമാരും ആഗ്രഹിച്ചത് കൃഷ്ണന്റെ വൃന്ദാവന രൂപമാണ്, ഇടയ ബാലന്റെ രൂപമാണ്. അതുപോലെ ഗോപികമാർ ആകർഷിതരായത് ഇടയബാലനായ കൃഷ്ണനോടായിരുന്നു, അവിടുത്തെ പരിഷ്കാരമുള്ള വേഷത്തോടായിരുന്നില്ല. കൃഷ്ണ ഭഗവാൻ അചിന്ത്യ ശക്തിമാനാണ്. ഭഗവാനെ അറിയാൻ മഹായോഗികളും സാധുവര്യന്മാരും ഭൗതിക വ്യവഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ ധ്യാനിക്കുന്നു. അതുപോലെ ഭൗതിക ആസ്വാദനത്തിൽ അമിതമായ ആകർഷണമുള്ളവർ, ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുടുംബ പരിപാലനത്തിൽ മുഴുകിയവർ, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവർ എന്നിവരും പരമപുരുഷനെ ശരണം പ്രാപിക്കുന്നു. പക്ഷേ അത്തരം പ്രവർത്തനങ്ങളും പ്രേരണകളുമെല്ലാം ഗോപികമാർക്ക് അജ്ഞാതമാണ്. അത്തരം ഭൗതികമായ ശുഭകാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അവർ ഒട്ടും വിദഗ്ധരല്ല. മുമ്പേ തന്നെ അതീന്ദ്രിയ ബോധയുക്തരായ അവർ അവരുടെ പരിശുദ്ധമായ ഇന്ദ്രിയങ്ങളെ വൃന്ദാവനം എന്ന ഗ്രാമത്തിൽ ഭഗവാന്റെ സേവനത്തിൽ മാത്രം വ്യാപരിപ്പിച്ചു. ഇപ്പൊ ഗോപികമാർ സാധന നമ്മളെ പോലെ സാധന ഭക്തിയിലല്ല. അപ്പൊ അവർക്ക് ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയുമില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകള്, ഭഗവാന്റെ ലീലകള്, ഭഗവാനുള്ള വിരഹം, ഇതൊക്കെയാണ് അവരെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. അപ്പോ ഊഹാഭോഗങ്ങളിലോ കലയിലോ സംഗീതത്തിലോ മറ്റു ഭൗതിക ജീവിതാവസ്ഥകളിലോ തൽപരരല്ല. അവർ ഭൗതിക ആസ്വാദനത്തിന്റെയോ മോക്ഷത്തിന്റെയോ യാതൊരു ധാരണയും ഇല്ലാത്തവരാണ്. കൃഷ്ണൻ മടങ്ങി വരണമെന്നും അവരോടൊപ്പം ആത്മീയമായ അതീന്ദ്രിയലകൾ ആസ്വദിക്കണമെന്നും മാത്രമായിരുന്നു അവരുടെ അഭിലാഷം. അവിടുത്തെ ആനന്ദത്തിന് വേണ്ടി അവിടുന്ന് സേവനം ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കാനായി മാത്രം
കൃഷ്ണൻ വൃന്ദാവനത്തിൽ വസിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിയുടെ നേരിയ ലാഞ്ചന പോലും അതിലില്ല. ഇപ്പോ ഇവിടെ പറയുന്നത് ഗോപികമാരുടെ പരിശുദ്ധമായ പ്രേമത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഭക്തിയില് സാധന ഭക്തി, അത് കഴിഞ്ഞാല് രാഗാനുക ഭക്തി, അത് കഴിഞ്ഞാൽ ഭാവഭക്തി, അത് കഴിഞ്ഞാല് പ്രേമഭക്തി. അപ്പൊ ഗോപികമാരെല്ലാം പ്രേമഭക്തി ഭാവത്തിലായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ചൈതന്യ മഹാപ്രഭു ലീലയും കൃഷ്ണന്റെ ലീലയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ച രാധാകൃഷ്ണൻ അഹിയൻ, രാധയും കൃഷ്ണനും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന് എപ്പോഴും ആ വിരഹ ദുഃഖം ഉണ്ടായിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ വായിക്കുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ആ വിരഹ ദുഃഖത്തിലാണ്. ഭാഗവതേര ശ്ലോക ഗൂഢാർത്ഥ വിശദാകരിയ രൂപഗോസായി സൗക കൈലാലോക ബുദ്ധായിടാം. ശ്രീമദ് ഭാഗവത്തിന്റെ നിഗൂഢമായ അർത്ഥം സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി രൂപഗോസ്വാമി ഒറ്റ ശ്ലോകത്തിൽ വിശദമാക്കി. യാ തേ ലീലാരസ് പരിമ്ലോദ്ഘാരിവന്യവിപരീതാം ധാന്യക്ഷൗണി വിലസതി മൃതമാധുരി മാധുരിഭി തത്രാസ്മാഭിശ്ചരുല പശു പാപം മുഗ്ധാന്തഭി സംവിദസ്ത്വം കലയ വദനോല്ലാസ വേണു വിഹാരം. ഗോപികുമാർ തുടർന്ന് പറയുന്നതാണ്, കൃഷ്ണ മധുരദേശത്തിന്റെ മാധുര്യം വലയം ചെയ്യുന്ന ധന്യമായ വൃന്ദാവന വിപുലകളാകെ അങ്ങയുടെ ലീലാ രസപരിമളം വ്യാപിച്ചിരിക്കുന്നു. ആ അത്ഭുത ഭൂമിയുടെ അനുകൂല അന്തരീക്ഷത്തിൽ നിർവചിക്കാനാവാത്ത ഭാവവികാരങ്ങൾ സദാ മോഹിതരായ ഹൃദയങ്ങളോട് കൂടിയ ഞങ്ങളുടെ മധ്യത്തിൽ ചുണ്ടിൽ വിലസുന്ന വേണു ഊതിക്കൊണ്ട് അങ്ങ് ലീലകളാടി രസിച്ചാലും. ഇതാണ് ഗോപികമാരുടെ ആഗ്രഹം. അപ്പൊ ഇത് രൂപഗോസ്വാമി ലളിതമാർഗത്തിൽ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഈ ശ്ലോകം പറയുന്നത്. മത മഹാപ്രഭു ദേക്കി ജഗന്നാഥേ സുഭദ്ര സഹിത ദേക്കേ വംശീനഹി ഹതേ. ഇപ്രകാരം ചൈതന്യ മഹാപ്രഭു ജഗന്നാഥിനെ കണ്ടപ്പോൾ ജഗന്നാഥൻ സഹോദരി സുഭദ്രയോടൊപ്പം ആണെന്നും അവിടുന്ന് കയ്യിൽ ഓടക്കുഴൽ ഇല്ലെന്നും കണ്ടു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയില് സന്ദർശിക്കുമ്പോൾ അവിടെ ജഗന്നാഥിനെ കൃഷ്ണനായിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് ഓടക്കുഴൽ ഇല്ലാതെ കാണുന്നു, ചില സമയത്ത് ഓടക്കുഴലോടുകൂടി കാണുന്നു. അപ്പൊ ഭഗവാന്റെ പല ഭാവത്തിലുള്ള മൂടും ചൈതന്യ മഹാപ്രഭു അവിടെ ദർശിക്കുന്നു എന്നുള്ളതാണ്. ത്രിഭംഗസുന്ദര ഭജേന്ദ്രനന്ദന കാഹാൻ ഗോപീഭാവത്തിൽ നിമഗ്നനായ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ജഗന്നാഥിനെ ത്രിഭംഗ ലളിതനായി അതിസുന്ദര രൂപത്തിൽ വൃന്ദാവനത്തിൽ നിൽക്കുന്ന വ്രജേന്ദ്രനന്ദനായ കൃഷ്ണനുമായുള്ള അവിടത്തെ യഥാർത്ഥ രൂപത്തിൽ ദർശിക്കാൻ ആഗ്രഹിച്ചു. ആ രൂപം കാണാനുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം സദാ വർദ്ധമാനമായിരുന്നു. ഇപ്പോ നമ്മൾ പോകുമ്പോ ജഗന്നാഥിനെ ദർശിക്കുന്നത് വേറെ രൂപത്തിലാണ്, ദാരു ബ്രഹ്മമായിട്ട്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥനെ ത്രിപംഗ ലളിതനായി, അതായത് ശ്യാമസുന്ദര രൂപത്തില് വൃന്ദാവനത്തിൽ നിൽക്കുന്ന വ്രജേന്ദ്രനന്ദനായ കൃഷ്ണന്റെ ഭാവമാണ് അദ്ദേഹം ജഗന്നാഥ്പുരിയില് ദർശിക്കാൻ കഴിഞ്ഞ എന്നാണ് ഇവിടെ പറയുന്നത്. ഉദ്ധവന്റെ സാന്നിധ്യത്തിൽ ശ്രീമതി രാധാറാണി പരസ്പര ബന്ധമില്ലാതെ ഒരു വണ്ടിനോട് സംസാരിക്കുന്നത് പോലെ ചൈതന്യ മഹാപ്രഭു തന്റെ ഭാവനിലയിൽ ഉന്മത്തനായി രാവും പകലും സ്ഥിരതയില്ലാതെ സംസാരിച്ചു. അപ്പോ രാധിക ഉന്മാദ യയിച്ചേ ഉദ്ധവ ദർശനെ ഉത്കൂർണ പ്രലാപ തൈലെ തൈച്ചേ പ്രഭുര രാത്രി ദിനേ. ഇവിടെ ഉന്മാദം എന്ന് പറയുന്നത്, അതായത് ചൈതന്യ മഹാപ്രഭു ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു.
സാധാരണ ഒരു പ്രാന്തല്ല. ചൈതന്യ മഹാപ്രഭു മിക്കവാറും പ്രാന്തനായ ഒരു വ്യക്തിയെ പോലെ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു. അപ്പൊ ഇതെല്ലാം ഭക്തിയുടെ ഉന്നത തലമാണ്. രൂപഗോസ്വാമി അതിനെക്കുറിച്ച് കുറച്ച് വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മള് ഇസ്കോൺ ഡിവോട്ടീസും കീർത്തനം ചെയ്യുമ്പോഴും ആടുമ്പോഴും പാടുമ്പോഴും ഒക്കെ ആൾക്കാര് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷെ കീർത്തനത്തിന്റെ ഹൈ ലെവലിൽ പോകുമ്പോൾ ഡിവോട്ടീസ് അത് ആനന്ദം കൊള്ളുന്നു, അല്ലെ? ചാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ല, യാന്ത്രികമായിട്ടല്ല. ഇത് ഭക്തൻ തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. ഓഫ്കോഴ്സ് നമ്മൾ ആ ഒരു ലെവലിലല്ല, എന്നിരുന്നാലും ആനന്ദം കൊണ്ടാണ് നമ്മൾ തുള്ളിച്ചാടുന്നത്. ഇവിടെ അവിടുന്ന് പ്രേമത്തിന്റെ അതീന്ദ്രിയ ആനന്ദ നിർവൃതിയിലായിരുന്നു. ഉന്നത അതീന്ദ്രിയ നിർവൃതിയുടെ അവസ്ഥയിൽ വശീകർത്താവിന്റെ സാന്നിധ്യത്തിൽ വശീകൃതനായത് അനുഭവപ്പെടുന്നു. വശീകരിക്കുന്നവനും വശീകരിക്കപ്പെടുന്നവനും വേർപിരിയുമ്പോൾ മോഹനം അഥവാ വിഭ്രമം ഉളവാകുന്നു. വേർപാട് മൂലം അങ്ങനെ വിഭ്രമത്തിലാകുമ്പോൾ ഒരുവൻ സ്തബ്ധനായി തീരുകയും ആ സമയത്ത് അതീന്ദ്രിയ നിർവൃതിയുടെ എല്ലാ ശാരീരിക ലക്ഷണങ്ങളും പ്രകടമാവുകയും ചെയ്യുന്നു. അവ പ്രകടമാക്കുമ്പോൾ ഒരുവൻ അചിന്ത്യമാം വിധം ഉന്മത്തനായി കാണപ്പെടുന്നു. ഇതിനെ അതീന്ദ്രിയ ഉന്മാദം എന്ന് വിളിക്കുന്നു. ഈ തലത്തിൽ സാങ്കല്പികമായ സംവാദങ്ങൾ ഉണ്ടാവുകയും ഒരു ഭ്രാന്തനെ പോലുള്ള വികാരങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ശ്രീമതി രാധയുടെ ഉന്മാദം കൃഷ്ണനോട് വിശദീകരിച്ച ഉദ്ധവൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങയിൽ നിന്നുള്ള തീവ്രമായ വിരഹാനുഭൂതിയാൽ ശ്രീമതി രാധാണി ചിലപ്പോൾ വനത്തിലെ നികുഞ്ചങ്ങളിൽ സഹിക്കുകയും ചിലപ്പോൾ നീലമേഘത്തെ സ്പർശിക്കുകയും ചിലപ്പോൾ വനത്തിലെ നിബിഡമായ അന്ധകാരത്തിൽ അലഞ്ഞടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഒരു പ്രാന്തിയെ പോലെ തീർന്നിരിക്കുന്നു. അപ്പൊ ഇത് ഉദ്ധവൻ നേരിട്ട് കണ്ടതാണ്. ഉദ്ധവൻ ഇത് പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അവിടെ ദൂതുമായി ചെല്ലുമ്പോ ഗോപികമാരുടെ പാപം, അവരുടെ പരിശുദ്ധമായ ഭക്തി ഉദ്ധവൻ മനസ്സിലാക്കി. അപ്പൊ ഉദ്ധവനും ആ ഒരു ലെവലിലേക്ക് പോയി എന്നുള്ളതാണ്. ദ്വാദശവത്സര ശേഷേ ഐച്ചേ ഗണൈല യൈമത ശേഷലീല ത്രിവിധ കൈലാം. ചൈതന്യമാപ്പുവിന്റെ അവസാനത്തെ 12 വർഷങ്ങൾ ഇപ്രകാരം അതീന്ദ്രിയമായ ഉന്മാദത്തിലൂടെ കടന്നുപോയി. അങ്ങനെ അവിടുന്ന് ശേഷലീലകൾ 3 രീതിയിൽ നിർവഹിച്ചു. സന്യാസക്കരി 26 വത്സര കൈല യേശേ കർമ്മ അനന്ത ഭാരതാരകേ ജനിബേ മർമ്മ. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷമുള്ള 24 സംവത്സരം ഈ ലീലകളെല്ലാം അനന്തവും അപാരവുമാണ്. അത്തരം ലീലകളുടെ പൊരുൾ ആർക്കാണ് അറിയാൻ കഴിയില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയും കൃഷ്ണൻ ലീലയും തമ്മില് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരാളാണെങ്കിലും രണ്ടും രണ്ട് പാപത്തിലായിരുന്നു. ഇവിടെ ഉദ്ദേശകരിലേക്കരി ദിഗ്ദർശന മുഖ്യ ലീലാക്കരി സൂത്രഗണന. ആ ലീലകൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ മുഖ്യലീലകളുടെ ഒരു നിരീക്ഷണം സംഗ്രഹ രൂപത്തിൽ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ആദ്യത്തെ സംഗ്രഹം ഇതാണ്. അതായത് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ്. സന്യാസം സ്വീകരിച്ച ശേഷം ചൈതന്യ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴി മായാവാദി സന്യാസികളെ കാണുന്നതും, അതുപോലെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദപുരിനെ വഴിതെറ്റിച്ച് യമുനയാണെന്ന് പറഞ്ഞ് ഗംഗാതീരത്ത് കൊണ്ടുവന്നു. പിന്നീടാണ് ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കുന്നത് ഞാൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ വച്ച് ഭക്തന്മാരെ വീണ്ടും കാണുകയും അവർക്കെല്ലാം ചൈതന്യ മഹാപ്രഭു അനുഗ്രഹം ചൊരിയുന്നതുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതായത് ഭക്തിയുടെ തലം, ഭക്തിയുടെ പരിശുദ്ധമായ തലം എന്ന് പറയുന്നത് ഉന്നതമായ തലം ആണ്.
പ്രേമഭക്തി എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് അത് അജ്ഞാതമാണ്. സാധാരണ നമ്മൾ അമ്പലത്തിൽ പോവുക, തൊഴുക, കുറിയിടുക, ചരണാമൃതം സ്വീകരിക്കുക, വരിക. അതിനപ്പുറം നമ്മൾ എന്തെങ്കിലും നാമം ജപിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഭ്രാന്തന്മാരാണ്. ഇപ്പൊ പലപ്പോഴും പല ഡിവോട്ടീസിനെയും പിന്നീട് അവര് ഇതുപോലെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ പിന്നീട് പലപ്പോഴും അവരെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ അവർ ശ്രമിക്കുകയും പലരും അതിന് നിർബന്ധിതരായിട്ടുണ്ട്. അങ്ങനെയുള്ള എത്ര കേസുകളുണ്ട്. അപ്പൊ ഇതുപോലെ ഇത് നമ്മൾ അതിന്റെ തുടക്കമാണ്. നമുക്ക് അതിന്റെ ആ ഒരു സാധന ഭക്തിയിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ്, അതായത് അനുഭവം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കീർത്തനത്തിൽ ഉണ്ടാകുന്ന ആനന്ദം, സേവനത്തിൽ നമുക്ക് കിട്ടുന്ന ആനന്ദം, അപ്പൊ ഇതെല്ലാം നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് വിമുക്തി തരുന്നതാണ്. എത്രത്തോളം നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഭൗതികമായുള്ള ആഗ്രഹങ്ങളിൽ കുടുങ്ങി പോകാറുണ്ട്. അപ്പോ ശാസ്ത്രത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത നമ്മുടെ അതീന്ദ്രിയ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. പരിശുദ്ധമായ ഭക്തിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇവിടെ മാധുര്യ ഭാവത്തിലായിരുന്നു. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ ദ്വാരകയിലുള്ള ലീലകളെല്ലാം സ്വകീയം എന്ന് പറയും, പത്നിമാരുള്ള. അപ്പൊ ഗോപികമാരുമായിട്ടുള്ള ലീലകളെല്ലാം പരകീയ രസം എന്ന് പറയും. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ അതിന് ശേഷമുള്ളത് പിന്നീട് നമുക്ക് വായിക്കാം. അപ്പം നമ്മൾ വായിച്ചത് ഇവിടെ 90 വരെ, 91 സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഉള്ള കാര്യങ്ങൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വിവരിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രൂപഗോസ്വാമിയുടെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. അതിനെയാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. ഫൽഗുവൈരാഗ്യം യുക്തവൈരാഗ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. അനാസക്ത വിഷയാൻ യഥാർത്ഥം ഉപയുജ്യത നിർബന്ധം കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ചതി. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് യുക്തവൈരാഗ്യമാണ്. ഒന്നും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, എല്ലാം ഭഗവാന്റെ സേവനത്തില് ഉപയോഗപ്പെടുത്തുന്നു. Prabhupada said utility is the principle. ഹരേ കൃഷ്ണ. സോ ഇവിടെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുവേവച ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു പ്രഭുജി. 91 വായിക്കാം. അടുത്ത 91 ഓൺവേർഡ്സ് അല്ലേ പ്രഭു? 91 മുതലേ അടുത്ത. ഓക്കെ പ്രഭു. ഓക്കെ, കിട്ടി പ്രഭു. പ്രഭുവിന് മെസ്സേജ് അയക്കണ്ട പ്രഭു, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു?